അപ്പോഴേ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇന്നും കല്യാണ വിശേഷം കേട്ടോ. ഇനിയും ഏകദേശം ഒരു 2 വീഡിയോയും കൂടെ ഒക്കെ കാണും. അത് കഴിഞ്ഞ് ഇത്രയും തന്നെ ബോറായില്ലേ കല്യാണ വീഡിയോ ഒക്കെ ഇടുമ്പം. അപ്പോൾ എന്തായാലും 2 വീഡിയോയും കൂടെ ഒക്കെ കാണും. കാരണം കല്യാണത്തിൻ്റെ റിസപ്ഷൻ്റെയും അതുകൂടെ കഴിയുമ്പോഴത്തേക്കിനും കല്യാണ വീഡിയോ കഴിയും. അപ്പം ഞാൻ ഇന്ന് ചെറിയൊരു ഹൽദി പ്രോഗ്രാമാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഹൽദി എന്ന് പറയുന്നത്. എൻ്റെ ഒന്നും സമയത്ത് ഇങ്ങനെയൊന്നുമില്ലല്ലോ, ഇതൊക്കെ ഇപ്പോഴത്തെ അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ ഈ സീസണിൽ ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇവിടെ ഹൽദി പരിപാടിയൊക്കെ തുടങ്ങുന്നത്. ആദ്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കാൻ പോകുന്നത് ഹൽദി. അപ്പം ലച്ചുവിന് പരീക്ഷ ഉണ്ടായിരുന്നപ്പോൾ ആഷ്മയെ വീട്ടിൽ ഞങ്ങൾ സ്കൂളിൽ ചെന്ന് പരീക്ഷയും കഴിഞ്ഞ് ലച്ചുവിനെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ എന്തൊന്നും പറ്റിയെന്നറിയാമോ, ലച്ചുവിൻ്റെ യൂണിഫോം ഇട്ടുണ്ടായിരുന്നല്ലോ പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡ്രസ്സ് മാത്രം എടുത്തു വെച്ചു. അവൾക്കുള്ള ചെരുപ്പോ അവൾക്കുള്ള മാലയോ അവൾക്കുള്ള കാര്യങ്ങളൊന്നും എടുത്തു വെച്ചില്ല. അങ്ങനെ അവൾ ആ പെണ്ണിൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ കഴുത്തിൽ കിടന്ന ചെറിയ മാല ഊരി അവിടെ കഴുത്തിലിടുക. കാരണം മോശമല്ലേ, ആൾക്കാരൊക്കെ വരുന്നതല്ലേ. അപ്പോഴത്തേക്കും ചെക്കൻ്റെ വീട്ടിലൊക്കെ എത്തി. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഇതാ പെങ്കൊച്ച് ഹൽദി ഡ്രസ്സിലൊക്കെ ഒരുങ്ങിയിരിക്കുക. ഞങ്ങൾക്ക് മഞ്ഞൊന്നും ഇല്ലായിരുന്നു. ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ഹൽദി വേണ്ട, ഈ നടത്തണ്ടെന്ന് വിചാരിച്ചിരുന്നത്. കാരണം പയ്യൻ തിരുവനന്തപുരം ഇപ്പോൾ ഒരുപാട് ലോങ് ഇതായതുകൊണ്ട്, ദൂരമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ പയ്യൻ്റെ വീട്ടിൽ നിന്ന് പയ്യൻ്റെ അച്ഛനും അമ്മയും പെങ്ങൾ വന്നില്ല. അമ്മൂമ്മ പയ്യന് അത്രേ വന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ളത് പെണ്ണിൻ്റെ വീട്ടുകാർ. അങ്ങനെ അവിടെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ഹൽദി പ്രോഗ്രാം. അപ്പോൾ എൻ്റെ കയ്യിലും പിള്ളേരെങ്കിലും മഞ്ഞ കളർ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. അപ്പം ഉള്ളത് ഇട്ടുകൊണ്ടിഞ്ഞ് പോയിരുന്നു. അങ്ങനെ ചുരുക്കം ചിലരെ മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടെന്നല്ലേ. ഈ മഞ്ഞ ഡ്രസ്സ് ഇട്ടവരാണല്ലോ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ താലമൊക്കെ പിടിച്ച് പോകുന്നത്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ്, എനിക്കിതിനെപ്പറ്റി അറിവില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഹൽദിയിലേക്ക് പങ്കെടുക്കാൻ പോകുന്നത്. അങ്ങനെ പെൺകുട്ടി ഇതാണ്ട് നിലവിളക്കൊക്കെ ആയിട്ട് ഹൽദി സാധനങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വല പോവുക. എനിക്കിതിനെപ്പറ്റി പറയാനൊന്നും വലിയ അറിവില്ല. കാരണം ഓരോരുത്തരും അവരുടെ രീതിക്കനുസരിച്ചല്ലേ ഹൽദി ചെയ്യുന്നത്. ചിലടത്ത് പാട്ടും ഡാൻസൊക്കെ ആയിട്ട്, ചിലപ്പോൾ നൈറ്റിൽ വലിയ ലൈറ്റും ഒക്കെ ആയിട്ട് സെറ്റപ്പൊക്കെ ആയിട്ട് ചെയ്യുന്ന കാണാം. ഇവിടെ എന്ന് പറയുമ്പം ഉച്ച സമയത്താണ് ഇവർ ചെയ്തത്. 1 മണി സമയം കണ്ട് ഇവർ മുഹൂർത്തമൊക്കെ നോക്കി വെച്ചിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ 1 മണി സമയത്ത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക്. കുറച്ച് ആൾക്കാർ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് ഏറ്റവും അടുപ്പത്തിലുള്ള കുറച്ച് ആൾക്കാർ അപ്പുറത്തിട്ടിരുന്ന പന്തലിലായിരുന്നു ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പം എല്ലാവരും അങ്ങോട്ട് പോവാം. അപ്പോൾ 1 മണിക്ക് ഇത് തുടങ്ങണം എന്നൊക്കെ അവിടെ പറയുന്ന കേട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ സമയം കാണും ഇതിന്. എനിക്കതിനെപ്പറ്റി അറിവില്ല. നമ്മൾ ലേറ്റായിട്ടാണ് വന്നത്. ഉച്ചയായിട്ടെന്നല്ല നമ്മൾ വന്നത്. അവൾക്ക് പരീക്ഷ ഉണ്ടായതുകൊണ്ട് മക്കളാർ നേരത്തെ വന്നായിരുന്നു. അപ്പോൾ നമുക്ക് എന്തുവാ ഏതാണെന്നൊന്നും എനിക്കിത് കണ്ടാൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീഡിയോസ് കണ്ടുള്ള അറിവ് എനിക്കിതിനകത്തുള്ളൂ. നമുക്കടെയൊക്കെ പ്രായത്തിൽ ഞാനിത് ആദ്യമായിട്ടാണ് ഇത് കാണുന്നതും ഇതിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് എന്തുവെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഫുഡ് കാണുമെന്ന് അറിയാം കേട്ടോ. മെയിനായിട്ട് നമുക്ക് ഇതുപോലൊക്കെയുള്ള ഫംഗ്ഷൻ അതാണല്ലോ. പിന്നെ എനിക്ക് ഡെയിലി വീഡിയോസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഉള്ളല്ലോ ഇപ്പോൾ ഇടാൻ. കാരണം ഇപ്പോൾ കല്യാണം ആയതുകൊണ്ട് ഞാൻ മിക്ക ദിവസവും ഇവിടെ എല്ലാ ദിവസവും ഇങ്ങോട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആകുമ്പം നമുക്ക് ഓരോ കണ്ടൻറ് ഉണ്ടല്ലോ ഇടാൻ. അതുകൊണ്ടാണ് ഇതൊക്കെ അങ്ങ് ചെയ്തിടുന്നത്. അങ്ങനെ വീഡിയോ ക്ലാരിറ്റിയോ അത് വീഡിയോ ഷൂട്ടിങ്ങോ അങ്ങനൊന്നും ക്ലിയർ അല്ല എന്നറിയാം. എന്നാലും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ദാണ്ട് ഇത്രയും ആൾക്കാരൊക്കെ ഉള്ളൂ, ഏകദേശം ഇത്രയും ആൾക്കാരൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ഫംഗ്ഷനാണെന്ന്. കുറച്ച് മഞ്ഞൾ നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ച്, കുറച്ച് മഞ്ഞൾ, പിന്നെ ചന്ദനം, അതും എല്ലാം ഇങ്ങനെ മുഖത്തൊക്കെ തേച്ച് എനിക്ക് പറഞ്ഞില്ലേ, ഞങ്ങൾ ഫാമിലിയായിട്ടാണ് പോയി എടുത്തത്. പിന്നെ പിള്ളേർ സെപ്പറേറ്റ് പോയി. അങ്ങനെ ഓരോരുത്തരും ഫാമിലിയായിട്ടും ഒറ്റയ്ക്കും എല്ലായിട്ടും പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ചെള്ളയ്ക്ക് ഇങ്ങനെ കവളിൽ ഇങ്ങനെ ചന്ദനം തേച്ച് ചിരിച്ച് മധുരം കൊടുത്തു. അത്രയേ ഉള്ളൂ സംഭവം. അതാണ് ഹൽദി, അത്രയേ ഉള്ളൂ. പിന്നെ പാട്ടും ഡാൻസും ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. എന്താണെന്നൊന്നും അറിയത്തില്ല. പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ബോക്സൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡാൻസും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഓരോരോ മഞ്ഞ ഡ്രസ്സ് ഇട്ടവരാണ് ഈ താലമൊക്കെ പിടിച്ച് ഓരോ മധുരങ്ങൾ കൊണ്ടുവന്ന് വെച്ചത്. ഇതെല്ലാം തിന്ന് അവസാനം അവർക്ക് വേണ്ടതായി. ഞാനും മധുരമൊന്നും കൊടുത്തില്ല. കാരണം അവരുടെ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ ചന്ദനമൊക്കെ വെച്ചിട്ട് പോരുന്നേ ഉള്ളൂ. ലച്ചുവാണെങ്കിൽ പരീക്ഷ ആകെ ഉഴപ്പി നടക്കുമോ. ഞാൻ ഇതുപോലെ ഓരോ യാത്രയിലും പറയും, ഈ പുസ്തകം കൂടെ എടുത്ത് ബുക്കും കൂടെ എടുത്ത് കൈ വയ്ക്കുക, പോകുന്ന വഴിക്ക് നമുക്ക് പഠിക്കാമല്ലോ എന്നൊക്കെ. അവളാകപ്പാടെ പിള്ളേർക്കൊക്കെ ഇതൊക്കെ ഒരു ഭയങ്കര ഒരു ത്രില്ലിങ് അല്ലേ ഇതൊക്കെ. പിള്ളേർക്ക് ഭയങ്കര രസം. നമ്മൾക്ക് അങ്ങനെ എപ്പോഴും ഫംഗ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഇതുപോലെ വല്ലപ്പോഴും വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു പരീക്ഷയൊന്നും വലിയ കാര്യമായിട്ടൊന്നും ലച്ചു എടുത്തിട്ടില്ല. സെമസ്റ്റർ എക്സാമാണ്. 8ാം ക്ലാസ്സിലെ ലാസ്റ്റ് പരീക്ഷയാണ്. ഇനി ഫെബ്രുവരി 7-ാം തീയതി പരീക്ഷ കഴിയും. ഫെബ്രുവരി 18-ാം തീയതി 9ാം ക്ലാസ്സിലെ ക്ലാസ് തുടങ്ങും. ഇതുവരെയുള്ള പരീക്ഷയെല്ലാം ഉഴപ്പി. എങ്ങനെ ജയിക്കാനൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നു. മാർക്കൊക്കെ തീരെ കുറവായിരിക്കും എന്തായാലും, അത് ഉറപ്പാണ്. കാരണം അവളങ്ങനെ പഠിക്കുന്നതൊന്നും കണ്ടില്ല. അതിനെ നേരത്തെയൊക്കെ പഠിച്ച് ഓർമ്മ വെച്ചങ്ങ് എഴുതുക.
പിന്നെ പഠിത്തത്തിൽ ഉഴപ്പിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. നമ്മൾ കാശ് കൊടുത്തൊക്കെ പഠിപ്പിക്കുമ്പം പിള്ളേരത് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞായിരുന്നു തന്നെ ഇതൊക്കെ കാണുമ്പം അവർക്ക് ഇതിനിടയ്ക്ക് പുസ്തകമൊക്കെ എടുത്ത് പഠിക്കാനുള്ള ഒരു ഇത് തോന്നുക, അതൊന്നുമില്ല. പ്രത്യേകിച്ച് ഇവർ അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പഠിത്തമൊന്നും നടക്കത്തില്ല. കാരണം ഈ ഒരു കല്യാണം പ്രമാണിച്ച് ഒരു 10-20 ദിവസത്തേക്ക് ലീവിന് വന്നതാണ് ഇവർ അച്ഛനെ. അത് പിന്നെ ഇവർ അച്ഛൻ്റെ കൂടെ ഇവർ അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഞങ്ങൾ എങ്ങോട്ടേലൊക്കെ ഒന്ന് പോകും. ഇവർ അച്ഛൻ വരുമ്പോൾ ഉള്ളൊരു യാത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾക്ക്. അങ്ങനെ ആഷ്മി ഇപ്പം തന്നെ 2 ദിവസമായി സ്കൂളിൽ പോയിട്ട്. ആഷ്മീന് 5ാം ക്ലാസ്സിൽ അവനെ ട്യൂഷനൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അങ്ങനെ ഓരോരുത്തരായിട്ട് ചടങ്ങുകൾ നടത്തുക, ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതിപ്പം ഞാനും ഇവർ അച്ഛനോട് കയറിയേക്കുന്നത്, ഞങ്ങൾ ലാസ്റ്റാണ് കയറുന്നത്. കാരണം ഓരോരുത്തരും ചെയ്യുന്ന കണ്ടിട്ടില്ല. അന്നേരം ഒരു വീഡിയോയ്ക്കൊരു ക്ലാരിറ്റി കുറവ് പോലെ തോന്നുന്നു. കുഴപ്പമില്ല, പോട്ടെ. അപ്പം എനിക്കിതെന്താ ചെയ്യണമെന്ന് ഒന്നും അറിയത്തില്ല. പിന്നെ അവർ പറഞ്ഞു തരും ഇന്നതുപോലൊക്കെ ചെയ്യണമെന്ന്. നമ്മൾ ഇച്ചിരി തേക്കുന്നുള്ളൂ. പിള്ളേരുടെ മുഖം അങ്ങനെ വൃത്തികേടാക്കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇച്ചിരി തേച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്ത് ഇത് കഴിഞ്ഞിട്ടാണ് പിള്ളേർ 2 കൂടെ അവർ മാത്രമായിട്ടാണ് കയറിയത്. പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് ചടങ്ങ് നടത്തുന്നു. ഇത് തന്നെ വന്നവരെല്ലാം ഇത് ചെയ്യണമെന്നാണ് അങ്ങനെയാണെന്ന് തോന്നുന്നു. കാരണം വന്നവരെല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. ഈ പ്രോഗ്രാം നടക്കുന്നതിന് തലേന്നാണ് ഇത് ഫിക്സ് ചെയ്തത്. ഇങ്ങനൊരു പ്രോഗ്രാം തലേന്നാണ് ഞങ്ങളോടെല്ലാം പറയുന്നത് തന്നെ. സത്യം പറഞ്ഞാൽ ഞാൻ മഞ്ഞ ഡ്രസ്സ് ഒരു ടോപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ ഞാൻ അത്ര അങ്ങോട്ട് ഓർത്തില്ല. ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് പങ്കെടുക്കുന്നതായിരുന്നു. അതുകൊണ്ട് മഞ്ഞ എനിക്കുണ്ടായിരുന്നു തോന്നുന്നു ഒരു ടോപ്പ് പഴയത്. പോട്ടെ. ഇനി അടുത്ത ആരുടെയും ഹൽദി ഉള്ളപ്പം നമുക്ക് വൃത്തിയായിട്ടൊക്കെ പോയി സെറ്റപ്പാക്കാം. അങ്ങനെ ഇത് പയ്യൻ്റെ അമ്മൂമ്മ കേട്ടോ. എനിക്ക് ഈ അമ്മൂമ്മ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു കട്ട് തോന്നിച്ച് നല്ല രസമുണ്ടായിരുന്നു ആ അമ്മൂമ്മയെ കാണാനായിട്ട്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് കയറാൻ പറ്റത്തുകൊണ്ട് അമ്മൂമ്മ മാറിയിരുന്നു ഇത് ചെയ്യേണ്ടതെന്ന് കരുതി. പിന്നെ എല്ലാവരും കൂടെ പിടിച്ച് നിർബന്ധിച്ച് മാറ്റിയിരുത്തുന്നത് ശരിയല്ലല്ലോ. അമ്മൂമ്മ അങ്ങനെ അവരിങ്ങോട്ട് ഇറങ്ങി വന്ന് അങ്ങനെ ചെയ്യുക. അങ്ങനെ 2 ബ്ലിങ്കസിയെന്ന് പറഞ്ഞ് 2 കൂടി ഇരിക്കുന്ന കണ്ടില്ലേ. ഇനി അടുത്ത കൂടെ അവരുടെ ഞാൻ തോന്നുന്നു അവർ ചെയ്ത വീഡിയോ എടുത്തോ എന്തോ. പിന്നെ അവരുടെ ഇതെല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. അയ്യോ അവരുടെ വീഡിയോ ഞാൻ എടുത്തില്ലേ, എന്തോന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും പിന്നെ അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുക. പിന്നെ വേണ്ട സദ്യ എന്ന് പറയുമ്പം വരുത്തിയ സദ്യ അത് വിളമ്പുന്നത് പ്രത്യേക ആൾക്കാരൊന്നുമില്ല. നമ്മളൊക്കെ തന്നെ അങ്ങ് ഇലയിട്ട് വിളമ്പുമായിരുന്നു. കൂടിയിരുന്ന പെണ്ണുങ്ങളും എല്ലാവരും കൂടെ അങ്ങ് സഹകരിച്ചങ്ങ് സദ്യ വിളമ്പുമായിരുന്നു. ഞാൻ പിള്ളേരുടെ വീഡിയോ എടുത്തില്ല. അയ്യോ കഷ്ടമായിപ്പോയി. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അവളുമാർ കിടന്നു പിണങ്ങും. അവളുമാർ 2 കൂടെ ചെന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. എടുക്കാൻ പറ്റിയില്ല. എടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ക്യാമറ ഓണാക്കി കാണത്തില്ല. ചിലപ്പോൾ അറിയാതെ നമുക്കങ്ങനെയൊക്കെ അബദ്ധം പറ്റുമല്ലോ. എന്തായാലും പിന്നെ സദ്യ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കാവുന്നതേ ഉള്ളായിരുന്നു. എന്നാലും എല്ലാവരും ഒരുമിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ, വിളമ്പാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ. അങ്ങനെ സദ്യ പക്ഷേ ഉണ്ടല്ലോ മോശമായിരുന്നു. ഞാൻ കുറ്റം പറഞ്ഞല്ല, സദ്യ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്കെന്നല്ല ഒരിതപ്പെട്ട അങ്ങോട്ട് സദ്യ ശരിയല്ല. പക്ഷേ കല്യാണത്തിൻ്റെ തലേന്നും കല്യാണ സദ്യയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ഇതങ്ങോട്ട് വലിയ രസം തോന്നിയില്ല. ലച്ചിൻ്റെ മുഖം കണ്ടില്ല. ലച്ചിന് ഈ പരിപ്പിനകത്തൊക്കെ എന്തോ തൈര് ഒഴിച്ചില്ല, ഒരു പുളിരസമൊക്കെ തോന്നി. പരിപ്പിന് വളിച്ചയും അങ്ങനൊന്നുമല്ല. ഓരോ നാട്ടിലും ഓരോ രീതിയിലല്ലേ സദ്യ. ഞങ്ങളുടെ ഈ കൊല്ലം ജില്ലയിലെ സദ്യ പോലെ ആയിരിക്കത്തില്ല പത്തനംതിട്ട ജില്ലയിൽ അവർ എടുക്കുന്നത്. അപ്പോൾ സദ്യ എനിക്കങ്ങോട്ട് വലിയതായിട്ട് താല്പര്യം തോന്നിയില്ല. എന്തായാലും കഴിച്ചു, സദ്യ എല്ലാം കഴിച്ചു. ഇത് 2ാമത്തെ പന്തിയാണെന്ന് തോന്നുന്നു വിളമ്പുന്നത്. ഈ 2ാമത്തെ പന്തിയിലാണെന്ന് തോന്നുന്നു ഞങ്ങളിരുന്നത്. ഞാനും ഇവർ അച്ഛനൊക്കെ ഇരുന്നത്. ആദ്യം പിള്ളേരെയൊക്കെ അങ്ങ് ഇരുത്തി അവർക്കൊക്കെ ആഹാരമൊക്കെ കൊടുത്തു. ഇവർ അച്ഛനെ സദ്യ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം പ്രവാസികളല്ലേ, അവരങ്ങനെ സ്ഥിര സദ്യ കഴിക്കാനല്ല. നമ്മളിവിടെയൊക്കെ ഓണം, ഉത്സവം, കല്യാണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിക്കില്ല. അവർക്കങ്ങനൊന്നും സദ്യ കിട്ടുന്നില്ല. അപ്പോൾ കിട്ടുന്ന സദ്യ നാട്ടിൽ വരുമ്പം കഴിക്കുന്ന സദ്യ എല്ലാം അവർക്ക് ഇഷ്ടപ്പെടും. അവർക്കതൊക്കെ നല്ല ടേസ്റ്റായിട്ട് തോന്നും. ഒരു അച്ഛൻ പറഞ്ഞ് നല്ല സദ്യയായിരുന്നു, കഴിക്കാൻ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ പച്ചപ്പറങ്ങേണ്ടി കയറിയിട്ട് തീയലുണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വറുത്തരച്ചുള്ള തീയൽ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പച്ചടിയൊന്നും ഞങ്ങളുടെ ഇവിടുത്തെ കൂട്ടൊന്നും അല്ല. കല്യാണത്തിനും പച്ചടിയൊക്കെ അതുപോലെ ആയിരുന്നു. ഈ മധുരപ്പച്ചടിയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എനിക്കിഷ്ടമല്ല. അതുകൊണ്ടായിരിക്കാം തോന്നിയത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഹൽദി വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.